നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഫേമസ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ബീഫ് വിന്താലു. പോർച്ചുഗീസുകാരിൽ നിന്ന് കടം കൊണ്ടൊരു രുചിയാണ് നമ്മളിത്. വിന്താലു സ്റ്റൈലിലുള്ള ഡിഷസൊക്കെ ഗോവയിൽ ചെന്നാൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. പോർച്ചുഗീസുകാരുടെ സ്വാധീനം കുറച്ചും കൂടി ഉൾക്കൊണ്ട ഒരു സ്റ്റേറ്റാണ് ഗോവ. കുറുകിയ ചാറോടുകൂടിയാണ് വിന്താലു എപ്പോഴും ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ വീട്ടിൽ വിന്താലു ഡ്രൈ ഫ്രൈ പോലെയും വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രണ്ടും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതിൽ കാണിച്ചു തരാം. വിന്താലു തയ്യാറാക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതായത് മുരിങ്ങയുടെ തൊലി. നമ്മുടെ വീട്ടിൽ മുരിങ്ങ മരം ഉണ്ടെങ്കിൽ ചെന്നിട്ട് ഈ പട്ടയൊക്കെ എടുക്കുന്നത് പോലെ അതിൻ്റെ പുറംതൊലി മാറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു 2-3 പീസ് കൊത്തിയെടുത്താൽ മതി. നമ്മൾ ഗരം മസാലയൊക്കെ പൊടിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പട്ടയുടെ അതേ വലിപ്പത്തിലുള്ള ഒരു 3 പീസ് മതിയാവും. ഇവിടെ എന്തായാലും മുരിങ്ങ മരമില്ല, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ചേർത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരിഗണിക്കണം. നമ്മൾ ഇന്ന് 1/2 കിലോ ബീഫിനാണ് വിന്താലു ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ 1/2 കിലോ ബീഫിന് 1 ടീസ്പൂൺ കുരുമുളക് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു 6 മുതൽ 7 വരെ നല്ല വറ്റൽ മുളക്. ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. ഈ 1/4 ടീസ്പൂണിൽ കടുകാണ് നമ്മൾ എടുക്കുന്നത്. 1/2 കിലോയ്ക്ക് ഇതിൽ കൂടുതൽ ഒട്ടും ആകരുത്, കാരണം അങ്ങനെ ആയിപ്പോയാൽ കടുകിൻ്റെ ടേസ്റ്റ് കൂടിയിട്ട് നമ്മുടെ ഡിഷിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പം കൃത്യം ഈ അളവോടുകൂടി നിങ്ങൾ വിന്താലു ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും. ഇനി നമ്മളിതൊന്ന് വറുത്തെടുക്കാനാണ് പോകുന്നത്. ഒരു ചീനച്ചട്ടിയിലേക്കോ ഏതെങ്കിലും ഒരു പാനിലേക്കോ ഇട്ടിട്ട് വളരെ 1-2 മിനിറ്റിന് താഴെ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ ഈ കടുകൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങും. നമ്മുടെ മുളകൊക്കെ ചെറുതായിട്ടൊന്ന് നിറം മാറി തുടങ്ങുമ്പോൾ നമുക്ക് എടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്നൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതൊന്ന് അരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊടിച്ചിട്ട് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ചു വെച്ചിട്ടുള്ള 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ്. ഇത് 1 ടീസ്പൂൺ അളവാണ്. അപ്പോൾ ഈ ടീസ്പൂണിന് ഞാനൊരു 2.5 ടീസ്പൂൺ വിനീഗറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളി മതിയാകും. ഇത് ഇത്തിരി ചൈനീസ് വെളുത്തുള്ളിയാണ്, അപ്പോൾ ഒരല്പം വലിപ്പമുണ്ട്. 1 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയും. ഇതൊന്നും അധികമാവരുത്, അധികമായാൽ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അരിഞ്ഞിട്ട് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ 1/2 കിലോ ബീഫ്, അതായത് നാട്ടിലെ പോത്തിറച്ചിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോയിട്ട് ഉള്ള ബീഫാണിത്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. ചതയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ബീഫിന് കുറച്ചും കൂടി ടേസ്റ്റൊക്കെ വരാൻ കുറച്ച് നെയ്യും എല്ലും ഒക്കെ ഉള്ള പീസസൊക്കെ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ വിന്താലു ടേസ്റ്റി ആയിരിക്കും. അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്ക് വിന്താലു വേണ്ടതെങ്കിൽ ഈ സമയത്ത് നമുക്കിതിൽ സവാള ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ കുറുകിയ ചാറോട് കൂടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല വലിപ്പമുള്ള ഒരു സവാള നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാ മസാലയും ഉള്ളിയും കൂടെ എല്ലാം കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ പിടിപ്പിച്ചതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും, എന്നാലും നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാറിനൊക്കെ അത് ഉപകരിക്കും. ഇനി നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് കട്ട പിടിച്ച് വെളിച്ചെണ്ണ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഇനി നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള, അതായത് ഒരു മീഡിയം സൈസിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു സവാള നല്ലതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. നമുക്ക് ആ അരിഞ്ഞെടുക്കുന്ന സവാള ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സവാള കരിഞ്ഞു പോകാതെ സാവധാനം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ബിസ്ത തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാറില്ല, അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ചീനച്ചട്ടിയിൽ നിന്നങ്ങ് മാറ്റാം. ഇനി നമ്മൾ ആ എണ്ണ കളയണ്ട. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറു തീയിൽ വഴറ്റിയെടുക്കുകയാണ്. ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നോട്ടെ. അപ്പോൾ അതിൽ പച്ചമണമൊക്കെ മാറി
വറുത്തെടുത്തതാണ്, എന്നാലും ഒന്നും കൂടെ നല്ല ഈ കളർ വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ്. നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിരുന്നു. അപ്പോൾ ആ വെള്ളം തന്നെ നമുക്കിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മസാലയുമായിട്ട് ചേർന്നിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബീഫ് ഒന്ന് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം. ഗ്രേവിയും നമ്മുടെ ബീഫും തമ്മിൽ ചേർന്നിട്ടൊന്ന് നല്ലതുപോലെ കുറുകി വരണം. കറിവേപ്പില ഇടുന്നതിനൊന്നും നമുക്ക് പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല. നല്ല കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ടാൽ അത്രയും ടേസ്റ്റും കൂടി നമ്മുടെ വിന്ദാലൂവിന് വരും. ഇപ്പം ഏകദേശം ചാറൊക്കെ കുറുകി ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല മണമാണ് കേട്ടോ ഇതിൽ നിന്ന് വരുന്നത്. ഏകദേശം ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ആ ഉള്ളിയൊക്കെ നമ്മുടെ ചാറിലും നമ്മുടെ ബീഫിലും ഒന്ന് പൊതിഞ്ഞിതുപോലെ കിട്ടുന്നിടം വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ആവിയാണ് വിന്ദാലു എന്ന് വരുന്നത്, അതുകൊണ്ടാണ് ക്യാമറ ക്ലിയർ ആവാത്തതെന്ന് തോന്നുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ, അതായത് നമ്മുടെ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, എന്നാലും അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതും നമ്മൾ ചേർത്ത് കഴിഞ്ഞു നമ്മുടെ വിന്ദാലു റെഡിയായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിയില്ലാത്ത ബീഫാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നേരത്തെ ഞാൻ ഉള്ളി ഇട്ട് കുക്ക് ചെയ്തതല്ല, അപ്പം നമുക്കൊരു ബീഫ് ഫ്രൈ പോലെ വരും. ഇതും വളരെ ടേസ്റ്റിയാണ്. ചില ആൾക്കാർക്ക് ചാറല്ല ബീഫ് ഫ്രൈയോടാണ് ഇഷ്ടം. അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഫ്രൈ ആക്കി നമ്മുടെ വിന്ദാലുവിനെ എടുക്കാം. ബീഫ് വിന്ദാലു ചാറോട് കൂടിയതാണെങ്കിലും ഡ്രൈ ഫ്രൈ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. ചില ആൾക്കാർക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബീഫ് വിന്ദാലുവിൻ്റെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പം മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ളോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.